വീണ്ടും മധുസാറിൻ്റെ സിനിമാ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക്. അവിടെ ശ്രീ കെ എ അബ്ബാസിൻ്റെ സാത്ത് ഹിന്ദുസ്ഥാനി, ഗോവ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലമാക്കിയുള്ള 7 നായകന്മാരുള്ള ചിത്രം. അതിൽ മധുസാർ, അമിതാഭ് ബച്ചനൊക്കെ അതിലുണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ ഒരു അരങ്ങേറ്റമാണ്. പിന്നീട് അമിതാഭ് ബച്ചൻ ബാംഗ്ലൂരിൽ അപകടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ശബരിമലയിൽ ആദ്യമായി പോയി മധുസാർ പ്രാർത്ഥിച്ചു. തീർച്ചയായും പ്രേക്ഷകർക്ക് അത് അങ്ങയുടെ വാക്കുകളിൽ കേൾക്കാൻ ആ സൗഹൃദത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ച്. അല്ല, അമിതാഭ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നത് ഷാത്തുനിസ്ഥാനിൽ വരുമ്പോൾ ഞാൻ അമിതാഭിനെ ആദ്യം പരിചയപ്പെടുന്നതിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഗോവയിൽ പോകുന്ന നേരത്തിങ്ങനെ വന്ന് പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമ്മ പ്രത്യേകം പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞാൽ തേജി ബച്ചൻ, ഇന്ദിരാഗാന്ധിയുടെ വളരെ അടുത്തതായിരുന്നു. ഇവർ പണ്ട് ചെമ്മീനിൻ്റെ അവാർഡ് ബോർഡിൽ. അപ്പോൾ അവിടെ ഡൽഹിയിലെ ഫെസ്റ്റിവലിന് പോയപ്പോൾ അവർ വന്നിട്ട് ഒരുപാട് എൻ്റെ അടുത്ത് പ്രശംസിച്ച് പറഞ്ഞു. വളരെ വളരെ വികാരപരിതയായിട്ട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി ആ ക്യാരക്ടർ ആൻഡ് ഫിലിം ഓൾസോ ആൻഡ് യുവർ പെർഫോമൻസ്. അപ്പോൾ അവരെ അങ്ങനെ അറിയാമായിരുന്നു എനിക്ക് നേരത്തെ തന്നെ. പിന്നെ മറ്റ് ഫെസ്റ്റിവലുകളിൽ പോകുമ്പോഴും ഇവരെ അവിടെ വെച്ച് കാണുമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ഹരിവൻഷ് റായ് ബച്ചൻ. ഞാൻ ഈ ഹിന്ദി MA പഠിച്ചവനല്ലേ, അപ്പോൾ പഠിക്കാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഹരിവൻഷ് റായ് ബച്ചൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ തേജി ബച്ചൻ്റെയും ഹരിവൻഷ് റായ് ബച്ചൻ്റെയും മകൻ, ഇങ്ങനെ ഒരു പയ്യൻ ഇതിനകത്ത് വന്നിരിക്കുന്നു എന്നപ്പോൾ ഒരു സംസാരിക്കുന്ന വളരെ ഇത്രയും കൾച്ചർ ഉള്ള ആൾ, ഈ സിനിമാ മാനായിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ വളരെ അടുപ്പം തോന്നി, അങ്ങനെ ഒരു സ്നേഹം തോന്നി. നേരത്തെ പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടു പോയ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെടുത്തുള്ള സ്നേഹം, അടുപ്പവും ബഹുമാനവും ആദരവും ഒക്കെ ഇരിക്കട്ടെ, അല്ലാതെ ഉള്ളിൽ നിന്നൊരു ഇഷ്ടം വരുമല്ലോ. അങ്ങനെ തോന്നിയപ്പോൾ അമിതാഭിന് ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഒരുമാതിരി ഈ റിപ്പോർട്ട്സ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ അത്ര ആശാവഹമായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ നിത്യങ്ങയുടെ കാര്യം ഓർത്തിട്ട് അത് ഞാൻ ആരോടും വളരെ നാൾ കഴിഞ്ഞ് അമിതാഭിനോടൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എങ്ങനെ അത് പറഞ്ഞതാര് പുറത്ത് വന്നത് തന്നെ ഈ സിനിമാ മാസികയിൽ CK സോമൻ ഉണ്ടായിരുന്നല്ലോ, സോമൻ ഉണ്ടായിരുന്നു. അപ്പോൾ സോമൻ ആരടുത്തോ പറഞ്ഞാൽ ഇത് പുറത്തറിഞ്ഞിട്ടുള്ളത്. ദിലീപ് കുമാർ, രാജ് കപൂർ തുടങ്ങിയ നമ്മുടെ ഹിന്ദി ചലച്ചിത്ര വേദിയിലെ ഈ ദേശീയ കീർത്തിമുദ്രകൾ അവരോടൊപ്പം നിർത്തിയാണ് മധുസാറിനെ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. ഹിന്ദി വളരെ സുന്ദരമായും സുവ്യക്തമായും അങ്ങ് കൈകാര്യം ചെയ്യുന്നു. മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്നു എന്നുള്ളത് ക്ഷമിച്ചാലും മധുസാറിൻ്റെ ശരീരഘടന ഒരു പാൻ ഇന്ത്യൻ ഘടനയാണ്, ഒരു ദേശീയ ശരീര മാതൃകയാണ്. സാത്ത് ഹിന്ദുസ്ഥാനിക്ക് ശേഷം മധുസാർ എന്തുകൊണ്ട് മറ്റ് ഹിന്ദി സിനിമകളിൽ ദേശീയ തലത്തിൽ വന്നില്ല? ഇതിന് ചരിത്രപരമായ എന്തെങ്കിലും പരിമിതികളോ തടസ്സങ്ങളോ ഇപ്പോഴും നിലവിലുണ്ടോ? അല്ല, കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാത്ത് ഹിന്ദുസ്ഥാനിൽ അഭിനയിക്കാൻ പോകുന്നത് 68 or 69. അപ്പോഴത്തേക്ക് ഏതാണ്ട് 40 വയസ്സോളം ആകാൻ പോകണം. അതെ, ഇല്ലേ? എത്ര 30-32 വയസ്സുണ്ട്. അതെ. അപ്പോൾ ഒരു ഒരു 10, 20, 21 വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സിന് മുൻപ് ഒരു ഹീറോ ആയിട്ട് വന്ന ആളിന് ഒരു പക്ഷേ 50, 55, 60 വയസ്സ് വരെ ഹീറോ ആയിട്ട് പോകാൻ സാധിച്ചു എന്ന് വരും. ബട്ട് ഒരു 30 വയസ്സാകാൻ 40 വയസ്സാകാൻ പോകുന്ന ഒരാളിന് അന്നത്തെ ഈ ഹീറോ എന്നുണ്ടല്ലോ, ഹീറോയുടെ ഈ പ്രധാനമായിട്ടുള്ളത് പ്രേമരംഗങ്ങളാണ്, ഇല്ലേ? ഒരു ലവ് ആണല്ലോ ഈ മെയിനായിട്ടുള്ള തീം സിനിമയുടെ. അതിലൊരു ഹീറോ ആയിട്ട് വരാനുള്ള എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, എൻ്റെ ശരീരമൊക്കെ മാറിപ്പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് റേറ്റ് ഐ കുഡ് പ്ലേ ഓൺലി ദി സെക്കൻഡ് ഫീൽഡിൽ, അല്ലെങ്കിൽ വില്ലൻ. അതിനാണ് ആളുകൾ എന്നെ പലരും വിളിച്ച് പലതും എനിക്ക് നോ പറയേണ്ടി വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് പറ്റിയ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പരീക്കുട്ടി, പിന്നെ ഭാർഗവി നിലയത്തിലെ ക്യാരക്ടർ, അങ്ങനെ കുറേ ഓളവും തീരവും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരുതരം സോർട്ട് ഓഫ് ഇമേജ് ഉണ്ടാകുമെന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഈ അഭിനയത്തിനെ കുറിച്ച് പഠിച്ച കൂട്ടത്തിൽ ഇമേജ് എന്ന് പറയുന്നത് വലിയ ഒരു അട്രാക്ഷൻ അല്ല ഞങ്ങൾക്ക്. ഐ വോണ്ടഡ് ടു ബി എൻ ആക്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം പ്രൊഡക്ഷനും ഈ അപ്പോഴത്തേക്ക് സംവിധാനത്തിനുമൊക്കെ കയറി ഞാൻ ഈ സ്റ്റുഡിയോയും മനസ്സിൻ്റെ അകത്ത് കടന്നുപോയി. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവുക, അപ്പോൾ ഇതൊക്കെ എനിക്ക് മലയാളത്തിൽ ചെയ്യാൻ സാധിക്കും.
എനിക്ക് തിരിച്ച് അവിടെ പോയിരുന്നെങ്കിൽ വില്ലനായിട്ടോ മറ്റ് ക്യാരക്ടറായിട്ടോ സുഖമായിട്ട് അഭിനയിച്ച് കുറേ കാശുകൊണ്ടൊക്കെ ഉണ്ടാക്കി ബോംബെയിൽ ഒരു വീടുമൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് കഴിയാമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അതാണെങ്കിൽ നേരത്തെ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നതിന് മുമ്പേ ആകായിരുന്നല്ലോ ഈ പറഞ്ഞ സംഗതികളൊക്കെ ആണെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മൈ ആക്ടർ ഇൻ മീ അതിവിടെ തന്നെയും ദാഹം തീർന്ന് കിട്ടുന്നില്ല. ഇവിടെ എന്നെ ഒരു ഹീറോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത ധാരാളം പടങ്ങളിൽ അഭിനയിച്ച് ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെയും എൻ്റെ നടൻ എന്നുള്ള ദാഹം ശരിക്കും തീരുന്നില്ല. മോറർലെസ് പലതും ഡൂയിങ് ദ തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, ദി സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും ഒരേ കഥാപാത്രം, അല്ല ഇമേജ്, ആ ഇമേജ് പിടിച്ചുള്ള കഥാപാത്രങ്ങൾക്ക് മാത്രമേ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഐ വാണ്ടഡ് ടു ഡു ഡിഫറെൻറ്റ് റോൾസ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ സംവിധാനം ചെയ്യാൻ പോകുന്നതും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും സ്വന്തമായിട്ട് പടം പിടിക്കാനൊരു ആലയം പോലെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കാൻ പോകണമൊക്കെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആസ് എൻ ആക്ടർ ദെൻ ആസ് എ ഡയറക്ടർ ഇതൊക്കെ അവിടുന്ന് പഠിച്ചതാണ്. ദി ക്രെഡിറ്റ് ഗോസ് ടു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. എൻ്റെ ഉള്ളിലെ കലാകാരൻ പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരാഗ്രഹം ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഈ 60-ൻ്റെ അവസാനവും 70-ൻ്റെ ബിഗിനിങ്ങും ഒക്കെ. അതിന് അവിടെ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈം, മലയാള സിനിമയിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അന്ന് ഞാൻ പോകുമ്പോൾ കാണുന്നത്. എസ്പെഷ്യലി പ്രേം നസീറിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം രാവിലെ വേണ്ടിയിട്ട് 7 to 1 ഒരു കോൾ ഷീറ്റ് ഒരു പടത്തിന്, 2 to 9 വേറൊരു അത് കഴിഞ്ഞിട്ട് 10 to 5 എന്നൊരു കോൾ ഷീറ്റ്, അല്ലെങ്കിൽ 10 to 2 രാത്രി. ഈ 10 to 2 വർക്ക് ചെയ്തിട്ട് പോയി കുളിച്ച് റെഡിയായിട്ടാണ് പിറ്റേ ദിവസം 7 മണിക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ സ്പീഡ് അതായിരുന്നു. അപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു ക്യാൻസലേഷനൊക്കെ വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനൊരു പടത്തിൽ അവിടെ പോയി, ഹിന്ദി പടത്തിന് ഇടയ്ക്ക് അഭിനയിക്കാൻ പോയ ഒരു പടത്തിൽ ഒരു 20 ദിവസം ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഞാനവിടെ പോയി. പോയപ്പോൾ കുറേ പറയും 20 ദിവസത്തിൽ വളരെ സ്ലോ ആണ് അവർ. എനിക്ക് 5-6 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നിരിക്കുക. തിരിച്ചു വന്നു. പിന്നെ കുളുവിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അനദർ 20 days ഔട്ട്ഡോർ. അത് കഴിഞ്ഞ് പോകാനെല്ലാം തയ്യാറായിരിക്കുമ്പോൾ ഒരു ടെലിഗ്രാം വരണം, പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു സം ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞിട്ട് സഹിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദിസ് വാസ് റിപ്പീറ്റഡ്. തേർഡ് ടൈം ഇത് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ആക്ട് ഇൻ യുവർ ഫിലിം. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു 60 ദിവസം നമുക്ക് പോയിരിക്കണം. അത് അന്ന് മലയാള സിനിമയ്ക്ക് പറ്റുകയില്ലായിരുന്നു. അന്ന് ഈ മലയാള സിനിമയിൽ കുറേ അധികം കമ്മിറ്റ്മെൻറ്റ്സും കുറേ നമ്മുടെ ആയിട്ടുള്ള പരിപാടികളൊക്കെ വന്നുപോയി. സോ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ജോയിനിങ് ദ. അപ്പോൾ അങ്ങനെയാണ് അവസാനം കേസ് വരെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ കേസ് നോക്കിക്കോളാം, പോയില്ലെങ്കിൽ യാതൊരുകളും മറ്റൊക്കെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങളുടെ രംഗത്തുള്ള ആർക്കാണ് കിട്ടിയത്? കുറേ പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, അല്ലാതെ വേറെ ആർക്ക് എന്താ കിട്ടിയത്?